പി.കെ. ശശിയെ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. മുൻ CPM നേതാക്കൾക്കായി വോട്ട് ചോദിക്കുന്നത് രാഷ്ട്രീയ അപമാനമെന്നാണ് നേതാക്കൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദന്റെ ചിത്രം പങ്കുവച്ചാണ് കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റ്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ പി.കെ. ശശിയെ UDF-ലെത്തിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ നടത്തുന്നതിനിടയിലാണോ പ്രാദേശിക നേതാക്കളുടെ ഇടയിൽ നിന്നും വലിയ എതിർപ്പുയരുന്നത്? ഗൗതം, തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് പി.കെ. ശശിയെ മത്സരത്തിന് ഇറക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വി.ഡി. സതീശൻ്റെ യാത്രയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പി.കെ. ശശിയെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ചുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പി.കെ. ശശി CPM-ഉമായിട്ട് പാലക്കാട്ടെ CPM നേതൃത്വവുമായിട്ടൊക്കെ അതിർത്തിയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ അതിനെതിരെ ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള എതിർപ്പ് ഉയരുന്നു എന്നുള്ളതാണ്. ഈ ഒറ്റപ്പാലം ഭാഗത്തു നിന്നുള്ള പ്രാദേശിക നേതാക്കളാണ് ഈ പി.കെ. ശശിയെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ P. ഹരിഗോവിന്ദൻ എന്ന KPCC സെക്രട്ടറി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലത്ത് ഈ ഹരിഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഹരിഗോവിന്ദനെ അവഗണിച്ചുകൊണ്ടായിരുന്നു അന്ന് P. സരിനെ അവിടെ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സരിനാണെങ്കിൽ ഇപ്പോൾ ഇടതുപാളയത്തേക്ക് പോവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ഇത്തവണയും ഹരിഗോവിന്ദനോട് പാർട്ടി നന്ദികേട് കാണിക്കരുത്, നീതികേട് കാണിക്കരുത് എന്ന തരത്തിലാണ് ഈ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ പി.കെ. ശശി എന്നുള്ള ഇടത് നേതാവ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയാലും ഒരു ഇടത് നേതാവിന് വേണ്ടി വോട്ട് ചോദിച്ചു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുൾപ്പെടെ ഈ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹരിഗോവിന്ദൻ എന്ന ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയാവുന്നതിന് ഏറ്റവും അധികം പരിഗണന നൽകേണ്ട വ്യക്തിയെ തഴയുന്ന ഒരു സമീപനം ഉണ്ടാവരുത് എന്നുള്ളൊരു ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ശശിയെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള ശ്രമം നടത്തുന്ന സമയത്താണ് പ്രാദേശികമായിട്ട് അതിനെതിരെ ഇത്തരത്തിൽ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഓക്കെ അരുൺ, പി.കെ. ശശിയെ UDF പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് KPCC ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പ്രാദേശിക നേതാക്കൾ ഈ ആരോപണ വിധേയരായ CPM നേതാക്കളെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുക എന്നത് രാഷ്ട്രീയമായി തന്നെ അതൊരു വലിയ അപമാനമാണ് എന്ന കാര്യം ഫേസ്ബുക്കിലൂടെ തുറന്നെഴുതുന്നത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർത്തത്.